സ്പെയിന്റെ ഡിഫൻസ് പോരാ, എംബാപ്പെ അല്ലെങ്കിൽ ഡെമ്പലെ ബ്രേക്ക് ചെയ്തിരിക്കും. എടാ 4 പേര് അർജന്റീന കോച്ചാ. ഇന്ത്യൻ ശരാശരി ഫുട്ബോൾ പ്രേമികളുടെ അവസ്ഥ കണ്ണ് കറുത്ത് കുഴിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസ് ആ ഒരു ഗോൾ സ്കോറിംഗ് ഇല്ല എന്നുള്ള ഒരു മോശം മാറ്റിയിരിക്കും. അല്ല, നമുക്ക് ആ ഒരു കളി മനസ്സിലായ കാര്യം പറഞ്ഞാൽ നീക്കോയും ആരും ഇല്ലെങ്കിൽ അറ്റാക്ക് ഇല്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ എക്സ്കാസ്റ്റിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞിട്ടുള്ള 2 സെമീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ക്വാർട്ടറിൽ തോറ്റ് പുറത്തു പോയ പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ്. അത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ ഇൻട്രോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ട ആളുടെ ആരാന്ന് അറിയാലോ. നമുക്ക് ഫസ്റ്റ് നമുക്ക് മുസ്താഖിൻ്റെ അടുത്ത് ചോദിക്കാം, എന്താണ് കളി തോറ്റതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന്. തോറ്റതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓബിയസ്ലി പെനാൽറ്റീസ് ആയിരുന്നു. പെനാൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീക്ക് അല്ലെങ്കിൽ ഫേവറബിൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഇല്ല. ഫ്രാൻസ് ആണെങ്കിലും നല്ല പെനാൽറ്റി ടേക്കേഴ്സ് ഉണ്ട്, പോർച്ചുഗലിലാണെങ്കിലും ഉണ്ട്, ഗോൾ കീപ്പേഴ്സ് ആണെങ്കിലും രണ്ടുപേരും ഏകദേശം ഒരേപോലത്തെ ഇതായിരുന്നു. പക്ഷേ എന്നാൽ പോലും സ്ലൊവേനിയായിട്ടുള്ള കളിയിൽ ഡിയേഗോ കോസ്റ്റ 3 കണ്ടിന്യൂസ് സേവ് ഒക്കെ എടുത്തുകൊണ്ട് സ്ഥിതിക്ക് പോർച്ചുഗൽ ഫാൻസിനും പോർച്ചുഗൽ ആരാധകർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ എന്തെങ്കിലും ചെയ്യും, ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഇവിടെ നിർദ്ദേശംസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ആ പെനാൽറ്റി ടേക്കറിൽ ജൂൾസ് കോണ്ടെ എടുത്ത ആദ്യത്തെ അവൻ്റെ പ്രൊഫഷണൽ കരിയർ ആദ്യത്തെ പെനാൽറ്റി ആയിരുന്നത് കോണ്ടയുടെ. എടാ അതാണ്. അപ്പോൾ പോർച്ചുഗൽ ഇപ്പോൾ ഗോളിംഗ് കോച്ച് ടിപ്സ് പറഞ്ഞിട്ടുണ്ടാകും, ഇന്ന പ്ലേസ് ആക്കി എടുക്കണം, ഇന്ന സൈഡിലോട്ട് ചാടണമെന്ന്. അപ്പോൾ എടുക്കുമെന്ന് വിചാരിച്ചവർ എടുത്തില്ല. ഫെമിലിയർ അല്ലാത്ത പുതിയ പ്ലേയേഴ്സിനെ കൊണ്ട് എടുപ്പിച്ച പ്രാക്കോളാണെങ്കിലും ഇവരൊന്നും ഇതിനു മുമ്പ് പെനാൽറ്റി എടുത്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുമെന്ന് ഗോളി കൺഫ്യൂസ് ആയല്ല. ഓൾറെഡി അടിച്ചവരെ ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, വേറെ ആൾക്കാരെ കൊണ്ടുവന്ന്. അപ്പോ ഓൾറെഡി കൺഫ്യൂസ് ആയി എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഇതും പോയി. പിന്നെ ഇടയിലാണെങ്കിൽ പറഞ്ഞതുപോലെ ഫെലിക്സിന്റെ അടി പോസ്റ്റ് തട്ടി പോയി. അത് നമുക്ക് ഫെലിക്സിനാണെങ്കിലും പറയാൻ പറ്റില്ല, കാരണം ക്രിസ്ത്യാനോ അതിനുള്ള പെനാൽറ്റി കളഞ്ഞതാണ്, മെസ്സി കോപ്പ അമേരിക്കയിൽ കളഞ്ഞ്. അപ്പോൾ പെനാൽറ്റി ഇപ്പോൾ എല്ലാവരും ഇന്നുമ്പോൾ എത്ര വലിയ പ്ലെയർ ആണെങ്കിലും എത്ര വലിയ കാര്യമല്ല, പ്രഷർ സാഹചര്യത്തിൽ താങ്ങിയില്ല. മാച്ചിനെ കുറിച്ച് ഇപ്പോൾ ടാക്ടിക്കലി സ്റ്റാറ്റിക്സ് വൈസ് പറയാനാണെങ്കിൽ പൊസിഷൻ ഫുട്ബോൾ ഉണ്ടായി. പോർച്ചുഗലും കളിച്ച് ഫ്രാൻസും കളിച്ച്, രണ്ടും 50-50 ഗെയിമായിരുന്നു. ഫ്രാൻസിന് കുറച്ചും കൂടി ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയെന്ന് ഞാൻ പറയാം, പക്ഷേ ഫിനിഷ് ചെയ്തില്ല. പോർച്ചുഗലിനും കിട്ടിയ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഫിനിഷ് ചെയ്തില്ല. മിഡ്ഫീൽഡ് കൺട്രോൾ കുറച്ചും കൂടി. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 ടീമും കളിച്ചതെന്ന് പറഞ്ഞാൽ സേഫ് ഫുട്ബോളാണ്. റിസ്ക് എടുത്ത് 2 ടീമും കളിച്ചിട്ടില്ല. അവർക്ക് ഡ്രോ മതി, എക്സ്ട്രാ ടൈം ആണ് എക്സ്ട്രാ ടൈം, പെനാൽറ്റി ആണെങ്കിൽ അവർക്ക് റിസ്ക് എടുക്കാനും ഫോർവേഡ് പ്രസ് ചെയ്യാനുള്ള 2 ടീം അത് കാണിച്ചിട്ടില്ല. കാരണം ആ ഒരു രീതിയിലാണ് ഫ്രാൻസ് കളിച്ചതും പോർച്ചുഗൽ കളിച്ചതും. ഏതെങ്കിലും ഒരു ടീം ഇവർക്കറിയാം, ഏതെങ്കിലും ഒരു ടീം അറ്റാക്ക് ചെയ്ത പ്രസ് കളിച്ച് കഴിഞ്ഞാൽ ബാക്ക് ഓപ്പൺ അപ്പം കൗണ്ടറിൽ അടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാണ്ട് 2 ടീമും കളിച്ചത്. ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ 41-ാം വയസ്സിൽ പെപ്പെ കളിച്ച കളി. എടാ 41-ാം വയസ്സിലൊക്കെ പേസില്ല, പെപ്പയ്ക്ക് പണ്ടേ പേസില്ല, സ്ട്രെങ്ത്തിലാണ് എപ്പോഴും പിടിച്ചു നിൽക്കണം. പക്ഷേ ഫ്രാൻസിന്റെ ഒരു അറ്റാക്കിനെതിരെ പുള്ളിക്കാരൻ അതൊന്നും അത് അപ്രീഷിയേറ്റ് ചെയ്താൽ പറ്റും. അതുകൊണ്ട് തന്നെ കളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെപ്പെ കാരണപ്പോൾ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ലാസ്റ്റ് മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റ് മിക്കവാറും ആയിരിക്കും. ഓൾറെഡി 41 വയസ്സായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂല. അവിടെ പെപ്പെ കാരണതിന്റെ വിഷമം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനറിയാം, പുള്ളിക്കാരൻ മാക്സിമം എഫേർട്ട് എടുത്ത് കളിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടും കിട്ടാണ്ട് പോയപ്പോൾ അതിൻ്റെ ഒരു വിഷമവും സങ്കടവും നല്ല രീതിയിലുണ്ട്. ക്രിസ്ത്യാനോനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചാൻസ് കിട്ടി ഇല്ല ഞാൻ പറയൂല, യൂട്ടിലൈസ് ചെയ്തില്ല. നല്ല രീതിയിൽ ബോൾ മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ബോക്സിൻ്റെ അത് ഇഷ്ടംപോലെ മൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, ഡിഫൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാസ് ആയിരിക്കുന്ന രീതിയിൽ. പക്ഷേ യൂട്ടിലൈസ് ചെയ്തില്ല. ബ്രൂണോ ഫെർണാണ്ടസിന് ചാൻസ് കിട്ടി, പക്ഷെ അത് അടിച്ച് ഒരു കാര്യം ഉണ്ടായില്ല. ചാൻസസ് പോർച്ചുഗലിന് ഇഷ്ടംപോലെ കിട്ടി, ഫ്രാൻസിനാണെങ്കിലും കിട്ടി. പക്ഷേ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ആ ഒരു നമ്മ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ പ്ലെയർ ആ ഒരു കളി നിയന്ത്രിക്കുന്ന ഒരു കളിക്കാരൻ അന്ന് ഉണ്ടായില്ല. പിന്നെ പോർച്ചുഗലിന്റെ ഭാഗത്ത് എന്ന് പറയുകയാണെങ്കിൽ കോച്ച് എന്ത് കണ്ടിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇറക്കിയെന്ന് എനിക്കറിഞ്ഞൂടാ. ബ്രൂണോനെ മാറ്റേണ്ട കാര്യം ഉണ്ടായില്ല. ബ്രൂണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയിൽ നമ്മൾ എന്തോരം പുച്ഛിച്ചാലും തള്ളിയാലും ഓവർ ഹീറ്റ് ചെയ്താലും ഒരു പാസ് മതി ബ്രൂണോടെ കളി മാറ്റാനായിട്ട്, ഒറ്റ പാസ് മതി. പിന്നെ ആ കളിയിൽ പോർച്ചുഗൽ ഏറ്റവും ബെസ്റ്റായിട്ട് കളിച്ച കളിക്കാരൻ റാഫേലിയും പെപ്പയായിരുന്നു. റാഫേലിയോ ജോൾസ് കോണ്ടയുടെ വിങ് പൊട്ടിച്ചുകൊണ്ടേയിരിക്കണായിരുന്നു. ലിയോനെ മാറ്റി ഫെലിക്സിന് ഇറക്കേണ്ട കാര്യമുണ്ടല്ലോ, ഡിയേഗോ ജോട്ടിനെ കുറച്ചും കൂടി അല്ലെങ്കിൽ പെട്രോണെറ്റോണെങ്കിലും ഇറക്കായിരുന്നു. പിന്നെ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ സെറ്റ് പീസ് ടേക്കർ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് റൂബൻ നെവസിനെ കൊണ്ട് എന്തുകൊണ്ട് പെനാൽറ്റി അടിപ്പിച്ചില്ല? റൂബൻ നെവസ് പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്, എന്തുകൊണ്ട് റൂബൻ നെവസിനെ കൊണ്ട് അടിപ്പിച്ചില്ല?
അഞ്ചാമത്തെ ഇട്ടാണെങ്കിൽ ചിലപ്പോ ഇല്ല. ന്യൂനോ മെൻഡസ് അഞ്ചാമത്തെ അടിച്ചേ. നീ പറഞ്ഞ പോലെ ദശാംശന്റെ ടാറ്റിക്സ് ചിലപ്പോ ആയിരിക്കും, സ്വാഭാവികമായിട്ടും ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനത്തെ പോർച്ചുഗൽ പിന്നെ ക്യാൻസലിനെ മാറ്റേണ്ട കാര്യം ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല മാറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോർച്ചുഗൽ ചെയ്ത സബ്സ്റ്റ് മണ്ടത്തരും ഫ്രാൻസ് ഇറക്കിയ സബ് കറക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നി. കാരണം ഉസ്മാൻ ഡെബല വന്ന പിന്നെ കളി മാറിപ്പോയി. ആ വിങ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും പിടിച്ചാക്കിട്ടുണ്ടായില്ല. ന്യൂനോ മെൻഡസ് ഒക്കെ അതുപോലെ ഗ്രീസ്മാൻ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ ഡെബല വന്ന പിന്നെ കളി മാറിപ്പോയി. അതുപോലെ തന്നെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എംബാപ്പേനെ മാറ്റുന്നു. എംബാപ്പേനെ മാറ്റി ബ്രാക്കോളനെ ഇറക്കി കഴിഞ്ഞപ്പോൾ ആ വിങ് ഒന്നും കൂടി എക്സ്പ്ലോസീവ് ആകാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കളിക്കാരൻ സ്പെഷ്യലാന്നുള്ള രീതിയിലാണ് നിർദ്ദേശം ഇറക്കിയത്. പക്ഷേ എനിക്കപ്പോൾ ഒരു ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് റോബർട്ടോ മാർട്ടിനസ് ക്രിസ്ത്യാനോനെ മാറ്റിയില്ല? പെനാൽറ്റി വരുമ്പോ പെനാൽറ്റി നടക്കോ? അങ്ങനെയാണെങ്കിൽ ദേഷ്യംസിന് എംബാപ്പേനെ മാറ്റേണ്ടതായിട്ടുണ്ടായ മാറ്റായിരുന്നു ഞാൻ പറയും. ഇല്ല, അപ്പൊ അതിനും വലിയ കോൺട്രവേഴ്സി ആവുള്ളൂ. അത്രയും വലിയൊരു പ്ലെയർ അത്ര വലിയ പ്ലെയർ അതെ കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ചാൻസ് കൊടുത്ത് വേണമെങ്കിൽ ഒരു ലക്ക് ചാൻസിനോ ഗോൺസാലോ റാമോസ് അല്ലെങ്കിൽ ഡിയേഗോ ജോർഡിനെ തന്നെ ഇറക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടും അങ്ങനെ ഇറക്കിയാലും നിങ്ങൾ ഫാൻസിന്റെ പിന്നെയും കുറ്റം പറയും. അങ്ങനെ ഇറക്കിയിട്ട് തോറ്റ് കഴിഞ്ഞാല് അപ്പൊ പറയും ആ പെനാൽറ്റി കളഞ്ഞ ആള് അതിന് പകരം റൊണാൾഡോ അടിച്ചു പറയും. ദേശംസിന് ഒരു വിഷമം പറ്റിയതെന്താണെന്നറിയോ? ജെറൂഡിനെ ഇറക്കാൻ നിൽക്കണായിരുന്നു. എക്സ്ട്രാ ടൈമിൽ പെനാൽറ്റി എടുക്കാൻ വേണ്ടി മാത്രം ജെറൂഡിനെ ഒരു 2 മിനിറ്റ് മുമ്പ് ഇറക്കാൻ നിൽക്കണായിരുന്നു. പക്ഷെ ത്രോയിനും വന്നില്ല, ഫൗളും വന്നില്ല. അതുകൊണ്ട് തന്നെ കളി സ്റ്റോപ്പായി പുള്ളിക്കാരനെ ഇറക്കാൻ പറ്റിയില്ല ജെറൂഡിന്. പക്ഷെ എന്നിട്ടും പിള്ളേരെ വെച്ചടിപ്പിച്ച് പറഞ്ഞ 2 ഗോളിയും സേവ് ഇട്ടില്ല. ഫെലിക്സിന്റെ അടി പോസ്റ്റ് ചെയ്ത് അടിപ്പോയി. അർഹിച്ച വിജയം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോർച്ചുഗൽ ഫാൻ എന്ന രീതിയിൽ ഞാൻ പോർച്ചുഗലിനെ പറയുള്ളൂ. കാരണം ഫ്രാൻസിനേക്കാളും കുറച്ചും കൂടി നന്നായി കളിച്ചെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി. പിന്നെ ഫ്രാൻസിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ടൂർണമെന്റിൽ ഏറ്റവും വലിയ വിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ പേയില് ഒരു ഗോൾ പോലും അടിച്ചിട്ടില്ല, ഒരു ഗോൾ പോലും അടുപ്പിച്ചിട്ടില്ല. ബെസ്റ്റ് ഡിഫൻസ് ഇൻ ദ ടൂർണമെന്റ്, പക്ഷേ വേഴ്സ്റ്റ് അറ്റാക്ക് ഇൻ ദ ടൂർണമെന്റ്. ഒരു ഓൺ ഗോൾ പെനാൽറ്റി. അപ്പോ അല്ല, നമുക്ക് ഈ ഒരു ക്യാപ്ഷൻ കൊടുക്കാം ഫ്രാൻസിന്. ബെസ്റ്റ് ഡിഫൻസ് ഇൻ ദ ടൂർണമെന്റ്, വേഴ്സ്റ്റ് അറ്റാക്ക് ഇൻ ദ ടൂർണമെന്റ്. അപ്പുറത്തെ സ്പെയിനായിട്ട് കളിക്കണം. ബെസ്റ്റ് അറ്റാക്ക് ഇൻ ദ ടൂർണമെന്റ് ആണ്, ബെസ്റ്റ് അറ്റാക്ക് ഇൻ ദ ടൂർണമെന്റ്. ഇപ്പൊ നീ പോർച്ചുഗലിന്റെ ഫ്രാൻസിന്റെയും മാച്ച് സൈഡ് പറഞ്ഞു ആസ് എ റൊണാൾഡോ ഫാൻ എന്ന ഇതിക്കുള്ള തോൽവിയും. പിന്നെ ഒരു ചോദ്യം എനിക്കുള്ളത്, റൊണാൾഡോ ഫ്രീ കിക്ക് അടിക്കാൻ നിന്നപ്പോ മീൻസ് അത് പ്ലാൻഡ് അല്ലെന്ന് നമുക്കറിയാം, കണ്ട റൊണാൾഡോ അടിക്കാൻ വേണ്ടി തന്നെ നിന്നാ അതിന്റെ ഇടയിൽ കയറി ബ്രൂണോ അടിച്ചില്ല എന്താ അഭിപ്രായമുള്ളത്? പ്ലാൻഡ് ആണെങ്കിൽ നമുക്ക് എല്ലാ പെനാൽറ്റീസും കണ്ടറിയാൻ പറ്റും. റൊണാൾഡോ ആ ജസ്റ്റ് ഒരു 2 സെക്കൻഡിൽ ഒരു സെക്കൻഡിൽ അനക്കം കണ്ടപ്പോ നമുക്കറിയാം അത് റൊണാൾഡോ എടുക്കാൻ നിന്നായിരുന്നു. അപ്പൊ എന്താ പറയാനുള്ളത്? അതിലിപ്പോ ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ കളിക്ക് മുമ്പുള്ള കളി സ്ലോവേനിയായിട്ടുള്ള കളി പോർച്ചുഗൽ ഈ പറഞ്ഞതുപോലെ വന്ന ഫ്രീ കിക്ക് മൊത്തം എടുത്ത ക്രിസ്ത്യാനോണ്. ബ്രൂണോയും വന്നില്ല, ആരും വന്നില്ല. അപ്പോൾ ബ്രൂണോ ഓബിയസ്ലി ഒരു ഈഗോ ഹെറ്റഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് ഞാൻ എടുത്ത് നോക്കിക്കൂടാന്നുള്ളത്. കേരള കാരണം എല്ലാവരും ട്രോളുണ്ട്, ഊക്കനുണ്ട്, ക്രിസ്ത്യാനോ എപ്പോൾ അടിച്ചാലും അടിച്ച് പുറത്തുള്ള ഗോളിക്ക് കയ്യിലിട്ട് കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ. അപ്പോ ബ്രൂണോ ചിലപ്പോ എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണെന്ന്. ഇനി ചിലപ്പോ ശരിക്കും ക്രിസ്ത്യാനോ ഫേക്കിട്ട് ബ്രൂണോ അടിച്ചതാണെങ്കിൽ ഇനി ചിലപ്പോ വേറൊരു കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ബ്രൂണോ ഇനി ക്രിസ്ത്യാനോട് പറയാണ്ട് സ്വയം അടിച്ചുകൊണ്ടാണെങ്കിലോ മാർട്ടിനസ് കോച്ച് സബ് ഇറക്കിയത് കളിയുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞൊരു 5 മിനിറ്റിനുള്ളിലാണ് രണ്ടുപേരും കയറ്റിയത്. അല്ല, അപ്പൊ അങ്ങനെ ആയിക്കൂടെ? പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ക്രിസ്ത്യാനോനെ സംബന്ധിച്ച് എനിക്ക് പറയാനെന്ന് പറഞ്ഞാൽ എത്ര കാലം നമുക്ക് ഇപ്പോൾ ഹേറ്റേഴ്സ് ഉണ്ടാവും, അംഗീകരിക്കാത്തവരുണ്ടാവും, ഈ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ പേരുണ്ടാവും, ട്രോളുന്നവരുണ്ടാവും. പക്ഷേ ആ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞ ഒരു പ്ലെയറിൻ്റെ സ്റ്റാറ്റസിനും ലെജൻഡറി കരിയറിനും കിട്ടേണ്ട ഒരു ഫെയർവെൽ അല്ല ക്രിസ്ത്യാനോന് കിട്ടിയത്. അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ പുള്ളിക്കാരൻ ഒരു ഗോളെങ്കിലും അടിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്, നല്ല രീതിയിലുണ്ട്. അത് ഞാൻ ഇല്ലാന്ന് ഒരിക്കലും പറയൂല. സംഭവം ഏറ്റവും കൂടുതൽ യൂറോ കളിച്ച കളിക്കാൻ ഏറ്റവും കൂടുതൽ ഗോൾസ്, ഏറ്റവും കൂടുതൽ അസിസ്റ്റ്, ട്രോഫി ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ലാസ്റ്റ് കുറച്ച് ഇയേഴ്സായിട്ട് ഹീസ് നോട്ട് ഗെറ്റിംഗ് വാട്ട് ഹീ ഡിസേർവ്. അതിൻ്റേതായ നല്ല രീതിയിലുള്ള ആ ഒരു ഇതുണ്ട് എത്ര വന്നാലും. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പോർച്ചുഗൽ ആരാധകന് ഒരു ഉപരി ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകനായിട്ട് എനിക്ക് എന്താ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രിസ്ത്യാനോ പറഞ്ഞു റിട്ടയർമെൻറ്റ് ആവണില്ല എന്ന് കൺഫേം ആയിട്ട് പറഞ്ഞു.
അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവില്ല. അത് ഓബിയസ്ലി നമുക്കറിയാം. കാരണം പുള്ളിക്കാരെ കൊണ്ട് പറ്റണതിൻ്റെ മാക്സിമം ഒരു കളിക്കാരനെ പറ്റണതിൻ്റെ മാക്സിമം എഫേർട്ട് അവിടെ കാണിക്കാനുണ്ട്. പുള്ളിക്കാരൻ അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാനുണ്ട്, എല്ലാ സാക്രിഫൈസും ചെയ്യാനുണ്ട്. പക്ഷേ പഴയ ഒരു ടച്ച് കിട്ടണില്ല. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പ്രഷർ വരുമ്പോൾ പഴയ ക്രിസ്ത്യാനോ ആവാൻ ഒരു സെക്കൻഡ് നമ്മൾ ആലോചിച്ചു പോകും. എല്ലാവരും പറഞ്ഞ പോലെ കോമൻറ്റേറ്റേഴ്സ് പറയുന്നുണ്ട് 10 കൊല്ലം മുമ്പുള്ള ക്രിസ്ത്യാനോ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ 10 കൊല്ലത്ത് മുമ്പൊന്നും കണക്കം പറയാനുള്ള യുവൻറ്റസിൽ കളിച്ച ക്രിസ്ത്യാനോ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ച ക്രിസ്ത്യാനോ വരുന്നെങ്കിൽ ഉണ്ടല്ലോ. 2 കൊല്ലം മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ച ക്രിസ്ത്യാനോ 37-36 വയസ്സുള്ള ക്രിസ്ത്യാനോ ആണെങ്കിലും പോർച്ചുഗൽ ഇപ്പോൾ സെമി കളിച്ചാണ്. അപ്പോൾ ആ ഒരു മിസ്സിങ് ഉണ്ടായി. ക്രിസ്ത്യാനോടെ ആ ഒരു സ്പാർക്ക് ടൂർണമെൻറ്റിൽ മിസ്സിങ് ഉണ്ടായി. പക്ഷേ എന്നാൽ പോലും പ്രതിസന്ധികളെ അത് തരണം ചെയ്ത് ഇതെല്ലാം മുന്നോട്ട് പോയി എന്താ പറയാ, മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തിനേക്കാൾ ഭയങ്കരമായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആരാധകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, പേപ്പറിൽ മഷി കൊണ്ട് എഴുതിയ കാവ്യമാണ് ഫുട്ബോൾ എങ്കിൽ ചങ്കിൽ ചോര കൊണ്ട് എഴുതിയ ഇതിഹാസമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഞങ്ങൾ തിരിച്ചു വരും, ഞങ്ങൾ തെളിയിക്കും, ഞങ്ങൾ വായടപ്പിക്കും. തിരിച്ചു വരൂന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ മുമ്പത്തെ പോഡ്കാസ്റ്റിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. 2022 വേൾഡ് കപ്പില് വൺ ഓഫ് ദ ഫ്ലോപ്പ് ആയിരുന്നു റൊണാൾഡോ. തിരിച്ചു വരുമോന്ന് വെച്ചിട്ടുണ്ട് യൂറോയില്. പുസ്തകം കുറെ ഡയലോഗ് അടിച്ചേർന്ന് തിരിച്ചു വരും ഈ സീസൺ അടിച്ചേർന്നു. പക്ഷെ അതിലും ഫ്ലോപ്പ് ആയി പോയി. അല്ല, ഇതിൽ ഫ്ലോപ്പ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വേൾഡ് കപ്പിൽ വേണമെങ്കിൽ നമുക്ക് പറയാം പുള്ളിക്കാരൻ കളിക്കേണ്ട രീതിയിൽ കളിച്ചത്. പക്ഷെ ഇതിന്റെ അകത്ത് നല്ല രീതിയിൽ പ്ലേ മേക്ക് ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനോ എല്ലാ കളി ടീമിന് വേണ്ടിയാണ് കളിച്ചേക്കണം. അത് കളി കണ്ടവർക്ക് മനസ്സിലാവും. ഫ്ലോപ്പ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ക്രിസ്ത്യാനോയുടെ ലെവലിൽ വെച്ച് എല്ലാവർക്കും ഒരു ക്രിസ്ത്യാനോ എന്ന് പറയുമ്പോൾ മെസ്സി എന്ന് പറയുമ്പോഴാണെങ്കിലും നമുക്കൊരു ഇതുണ്ട്, ഒരു ഇന്ന ലെവല് അവരൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ കീപ്പ് ചെയ്യും. അത് എത്തിയിട്ടില്ല. പക്ഷേ കളിക്കേണ്ട രീതിയിൽ ക്രിസ്ത്യാനോ കളിച്ചു. അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയൂല. കളിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഒരാൾക്കോ. കളി കണ്ടവർക്ക് മനസ്സിലാവും. ഈ റീൽസും കണ്ടോണ്ട് പിന്നെ പിള്ളേര് പറയുമായിരിക്കും ഇയാളെ തോന്നാൻ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കളി കണ്ട ഒരു ഫുട്ബോൾ ആരാധന മനസ്സിലാവും കളിച്ചിട്ടുണ്ട്. പിന്നെ പറയാൻ പിന്നെ അസിസ്റ്റ് കൊടുത്തൊരു മൊമെന്റും ഉണ്ട്. പിന്നെ ജീവിതകാലം മുഴുവൻ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഏജ് ഈസ് ജസ്റ്റ് നമ്പർ. പുള്ളിക്കാരന്റെ ബയോളജിക്കലായിട്ടുള്ള ആ ഒരു ഇത് എടുത്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ഇപ്പോൾ 22-21 വയസ്സുള്ള ആ പയ്യന്റെ ആ ഒരു സെൽസ് ആണ് ബോഡിയിൽ ഫുൾ ആയിട്ടുള്ളത്. പിന്നെ തെളിയിക്കണം എന്നുള്ള ആ ഒരു വാശിയും ത്വരയും കയറി കഴിഞ്ഞാൽ എന്ത് കാട്ടിക്കൂട്ടും എന്നുള്ള പുള്ളിക്കാരന് അത് ഇപ്പോഴും നല്ല രീതിയിലുണ്ട്. തെളിയിക്കണം. കാരണം ഈ പറഞ്ഞ പോലെ ഹെയ്റ്റേഴ്സിനെ കൊണ്ട് ബാർക്കണവരെ കൊണ്ട് സൈലന്റ് ആക്കണം. ആ ഒരു നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയണത്, ചിലപ്പോൾ ഇത് പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ വെറുതെ ഡയലോഗാണെന്ന്, പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ല, ഒന്നും അവസാനിച്ചിട്ടില്ല. പുള്ളിക്കാരൻ റിട്ടയർ ആയിട്ടില്ല. ഞാൻ ഇപ്പോഴും എല്ലാവരുടെ ലോകത്തുള്ള എല്ലാ ഫുട്ബോൾ ആളുകളും പറയണത് ക്രിസ്ത്യാനോ റൊണാൾഡോ റിട്ടയർ ആയിട്ടില്ല, ബൂട്ട് അഴിച്ചു വെച്ചിട്ടില്ല. ഞാൻ നിർത്തണേണ്, നിങ്ങൾ ഇനി എൻ്റെ കളി കാണരുത്, എന്നെ കൊണ്ടൊന്നിനും ആവൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ പറയണ വരെ ഒരു ക്രിസ്ത്യാനോ ആരാധകൻ എന്ന രീതിയിൽ എനിക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. ക്രിസ്ത്യാനോനെ കൊണ്ട് പറ്റും, ക്രിസ്ത്യാനോനെ കൊണ്ടേ കഴിയൂ. ക്രിസ്ത്യാനോ തെളിയിക്കേണ്ടതും നേടേണ്ടതും നേടിയിട്ടേ പടിയിറങ്ങൂ. ഹി വിൽ ഗെറ്റ് ദ ഡിസേർവിംഗ് ഫെയറി ടെൽ ഹാപ്പി എൻഡിങ് വാട്ട് ഹി ഡിസേർവ്സ്. നീ പറഞ്ഞല്ല അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാവും എന്തായാലും. അത് കഴിഞ്ഞിട്ടുള്ള അല്ല ചോദിക്കണേ, ഞാൻ ചോദിക്കണല്ല, നീ പറഞ്ഞല്ല പിന്നെ ഒരു ചാൻസ് അല്ലേ ഉള്ളൂ. ആ ഒരു ചാൻസ് നോക്കിക്കോ. ഞാൻ പറഞ്ഞ 20 ഡയലോഗുകളും ഇറക്കി വെറുതെ വെള്ളം ഓർക്കണില്ല. അടുത്ത വേൾഡ് കപ്പിൽ നമുക്ക് അത് അപ്പം അടുത്ത വേൾഡ് കപ്പ് അല്ലേ 2 വർഷം കഴിഞ്ഞിട്ടുള്ള. കാരണം ഇത് ലാസ്റ്റ് യൂറോ കഴിഞ്ഞു. ഇനി വേൾഡ് കപ്പേ ഉള്ളു. പക്ഷെ അടുത്ത വേൾഡ് കപ്പിലും ബെഞ്ചിലുണ്ടാവും, സബ് ഉണ്ടാവും, പക്ഷെ ഇമ്പാക്ട് ഉണ്ടാവും. തെളിയിക്കേണ്ട ആവശ്യമില്ല, ആരെയും തെളിയിക്കേണ്ട ആവശ്യമില്ല. നീ ഉദ്ദേശിച്ചത് കംബാക്ക് ഉദ്ദേശിച്ചത് കപ്പടിക്കണമെന്നല്ലേ? അതൊരു ഗോൾ അടിക്കണതും ഇതൊന്നും അല്ല. അത് ഞാൻ പറയണില്ല. ഇപ്പൊ ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട്. മര്യാദ കളിക്കുന്നുള്ളതല്ല. ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകന്, ഒരു പോർച്ചുഗൽ ആരാധകന് മറക്കാൻ കഴിയാത്തൊരു വേൾഡ് കപ്പ് ആയിരിക്കും ഇത്. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. അല്ല, മെസ്സി ഫാൻസിനെ സംബന്ധിച്ചും അർജന്റീന ഫാൻസിനെ സംബന്ധിച്ച് അവർ ഓൾറെഡി വേൾഡ് കപ്പ് വൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതെന്തായാലും വലിയ കലിപ്പില്ല. പക്ഷെ പോർച്ചുഗൽ ഫാൻസിനും ക്രിസ്ത്യാനോ ഫാൻസിനും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ മെസ്സി ഫാൻസിനുള്ള പോലത്തെ ഒരു മെമ്മറിയും കാര്യവും ക്രിസ്ത്യാനോ ഫാൻസിനും കിട്ടും. പോർച്ചുഗൽ അതിൻ്റെതായ രീതിയിൽ
നേടേണ്ടതെല്ലാം നേടും. പോട്ടെ 2 വർഷം കഴിഞ്ഞിട്ടല്ലേ നമുക്കിനിപ്പോ അടുത്ത മാച്ചസിലോട്ട് കിടക്കാം. അല്ല ഇനി നമുക്ക് ശരിക്കുള്ള മാച്ചിലോട്ട് വരാം. പോർച്ചുഗൽ ഫ്രാൻസും പറഞ്ഞോണ്ടിരുന്നു. ജർമ്മനി സ്പെയിൻ. സ്പെയിൻ. നീ predict ചെയ്ത ടീം? ഞാൻ സ്പെയിൻ ജയിക്കുമെന്ന് പറഞ്ഞ 2-1 സ്പെയിൻ ജയിച്ചു. ഞാൻ 2-0 പറഞ്ഞ പക്ഷെ സ്പെയിൻ ജയിച്ചു. നീയാ? ഞാൻ സ്പെയിൻ പറഞ്ഞത് 2-1-0. നമ്മൾ സത്യം പറഞ്ഞ ക്വാർട്ടറിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. കുറച്ച് ടെക്നിക്കൽ മിസ്റ്റേക്സും ഈ പറഞ്ഞ പോലെ നമ്മുടെ കുറച്ച് പ്രശ്നങ്ങളും കാരണം നമ്മൾ ആ വീഡിയോ ഇടാണ്ടിരുന്നത്. അതിന്റെ സത്യം പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രഡിക്ഷൻസും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായി. സ്പെയിൻ ജയിക്കുന്നത് അങ്ങനെ 3 പേരും പറഞ്ഞു. ഒരാളും കൂടെ ജാസ് പറഞ്ഞത് ജർമ്മനി ജയിക്കുന്നു. പക്ഷെ എല്ലാ പ്രഡിക്ഷൻസും കറക്റ്റ് ആയിരുന്നു. സോ അൺഫോർച്ചുനേറ്റ്ലി വി ആർ സോറി ഫോർ ദ ടെക്നിക്കൽ എറർ. പക്ഷേ ഞാൻ പറഞ്ഞു ടൈറ്റ് മാച്ച് ആയിരിക്കും. പക്ഷേ സ്പെയിൻ നിൽപ്പിണ്ടില്ല. സ്പെയിന്റെ കോച്ചാണ് കണ്ടെത്തലെന്നറിയോ? നീക്കോ വില്യംസിനെ മാറ്റി ഡിഫൻസീവ് ആക്കി, ജർമ്മനി അറ്റാക്കിംഗ് ആക്കി. ജർമ്മനി ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് ജർമ്മനി ജയിച്ചെന്നാണ്. കാരണം ഹൈ കോൺഫിഡൻസിൽ എക്സ്ട്രാ ടൈമിലോട്ട് കയറിയേക്കണം. പക്ഷെ പ്രതീക്ഷിച്ചില്ല, ഒരാളും പ്രതീക്ഷിച്ചില്ല ഹെഡർ. പെനാൽറ്റി വന്നാൽ പോലും സ്പെയിനിൽ അടിക്കാൻ ആൾക്കാരില്ല. ജർമ്മനിയിൽ നേരെ നിൽക്കണേ ഓരോരുത്തരും അടിക്കാൻ. നീക്കോ വില്യംസ് മെയിനായിട്ട് നമുക്ക് ആ ഒരു കളി മനസ്സിലാക്കിയ കാര്യം പറഞ്ഞാൽ നീക്കോയും യാമാലും ഇല്ലെങ്കിൽ അറ്റാക്ക് ഇല്ല. സ്പെയിന് മിഡ്ഫീൽഡ് ഉണ്ട് പക്ഷെ അറ്റാക്ക് ഇല്ല. പിന്നെ ഡാനിയൽമോ പെട്രിക്ക് പകരം ഇറങ്ങിയിട്ടാണെങ്കിലും അടിപൊളിയായിട്ട് കളിച്ചു, ഒന്നും പറയാനില്ല. പിന്നെ സ്പെയിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഈ പറഞ്ഞതുപോലെ ജർമ്മനി ആയിട്ടുള്ള കളിയിൽ സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് സ്പെയിൻ്റെ പ്ലെയേഴ്സിന്. ഡാനി കാർവഹാലിന് റെഡ് കാർഡ് കിട്ടിയേക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാർവഹാൽ എടുത്ത ലെഗ് ഉണ്ടാവൂല. അതൊരു വലിയ നെഗ് തന്നെയാണ്. ജീസസ് നവാസ് വന്നാലും ആര് വന്നാലും കാർവഹാലിന്റെ ആ ഒരു റിപ്ലേസ് ചെയ്യാൻ പറ്റൂല. പിന്നെ അപ്പൊ നമുക്ക് സെമിയിലോട്ട് ഇനി ഡയറക്റ്റ് ആയിട്ട് വന്നാലോ? സ്വിറ്റ്സർലാൻഡ് നമ്മൾ എന്താ പ്രൊഡിക്ട് ചെയ്തത്? ഞാൻ പറഞ്ഞ സ്വിറ്റ്സർലാൻഡ് ജയിക്കും. പക്ഷേ ജയിക്കണമെങ്കിലും സ്റ്റാർട്ടിംഗ് പെനാൽറ്റി ജയിക്കുമെന്നാ പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാവരും ഞാൻ സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡ്. പക്ഷേ ഇംഗ്ലണ്ട് വിറച്ചെന്ന് പറഞ്ഞാലുണ്ടല്ല, സത്യം പറഞ്ഞ ഇംഗ്ലണ്ട് എങ്ങനെ ഇവിടെ വരെ എത്തിയത് ഇംഗ്ലണ്ടിന് അറിഞ്ഞൂടാ. 2 ടീമുണ്ട് സെമിയിൽ എങ്ങനെ എത്തിയെന്ന് അവർക്ക് അറിഞ്ഞൂടാ. കപ്പടിക്കുന്ന 2 ടീമാണ് ഫ്രാൻസ് ഇംഗ്ലണ്ട്. പണ്ട് 2014 റേഞ്ചിൽ പറഞ്ഞ അർജന്റീനയുടെ അവസ്ഥ എങ്ങനെയൊക്കെയോ എവിടെയെങ്കിലും എത്തും, എത്തിയിട്ടുണ്ട്. എങ്ങനെയൊന്നും ഒരാൾക്കൊരു ഐഡിയയില്ല. പക്ഷേ അത് ഫസ്റ്റ് പെനാൾട്ടി തന്നെ മാനുവൽ അക്വാഞ്ചിയുടെ ശോകം പെനാൾട്ടി ആയിരുന്നു. അത് പിക്ഫോർഡ് സേവ് ചെയ്യാൻ ജന്മത്ത് വിചാരിച്ചില്ല, ജയിച്ച്. പിന്നുള്ള മതി നെതർലാൻഡും തുർക്കി എല്ലാവരോടും ഉള്ളവർ പറഞ്ഞു നെതർലാൻഡ് ജയിക്കുള്ളൂ എന്ന്. അപ്പോഴേ ഞാൻ പറഞ്ഞു നെതർലാൻഡ് ജയിക്കുള്ളൂ, പക്ഷേ കളി സീനായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തുർക്കി വിറപ്പിച്ചാണ് നെതർലാൻഡിനെ ഈ പറഞ്ഞതുപോലെ ഓൺ ഗോളാണ് നെതർലാൻഡ് കയറി. അല്ലാണ്ട് അതുകൊണ്ട് തന്നെ തുർക്കി ഡാർക്ക് ഹോഴ്സ് ആയിട്ട് തെളിയിച്ച് ആദ്യമായിട്ടെങ്കിലും. അപ്പൊ നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. എങ്ങനെയായിരുന്നു നമ്മുടെ 2 സെമി ഫൈനൽസ്? ഫസ്റ്റ് നമുക്ക് ചെറുതി പിടിക്കാം. ചെറുതല്ല, വലുതന്നെ. ബട്ട് നെതർലാൻഡും ഇംഗ്ലണ്ടും. എന്താണ് നിന്റെ പ്രഡിക്ഷൻ? ആര് ജയിക്കും? ഇംഗ്ലണ്ട് ജയിക്കും. വിരകി വന്ന ടീമെന്ന് നീ എന്നെ പറയുകയും ചെയ്ത് പിന്നെ ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് അറ്റാക്കിംഗ് ടീം 2 ടീമാണ്, സ്പെയിൻ നെതർലാൻഡ്. നെതർലാൻഡിന്റെ ഡിഫൻസ് നമുക്ക് പണ്ടേ അറിയാം. ഡേവർജ്, വാൻഡേക്ക്, ഡിലൈറ്റ്, അങ്ങനെ അത്രക്കും അടിപൊളി ഡിഫൻസാണ് നെതർലാൻഡിന്റെ ഡിഫൻസ്. ആ ഡിഫൻസ് ബ്രേക്ക് ചെയ്ത് ഇംഗ്ലണ്ട് ഗോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ നിസ്സാര കാര്യമല്ല. പക്ഷെ എന്നാ പോലും ഞാൻ പറയണു എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു ഇംഗ്ലണ്ട് ജയിക്കും. വലിയ സ്കോർ ലൈനൊന്നും പറയാനുള്ള, ഒന്നുമില്ലെങ്കിൽ 1-0 അല്ലെങ്കിൽ പെനാൾട്ടി. നിന്റെ പ്രഡിക്ഷൻ? ടോപ്പ് സ്കോറർ ഏത് ടീം? നെതർലാൻഡ്സ്. ഇപ്പൊ മുസ്താഖ് തന്നെ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് നെതർലാൻഡിന്റെ. അല്ല, ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് ഡിഫൻസ് ഫ്രാൻസിന്റെയാണ്. പക്ഷെ നമുക്ക് ഓൺ പേപ്പർ ഓക്കേ. സോ നെതർലാൻഡ്സ്. ഞാനും പ്രെഡിക്റ്റ് ചെയ്യുന്നത് നെതർലാൻഡ് തന്നെയാണ്. ഈ പറഞ്ഞിട്ട് ഒന്ന് ബെസ്റ്റ് ഡിഫൻസ് ഉണ്ട്, പിന്നുള്ളത് ഫോർവേഡ് അറിയാലോ, സാവി സിമൻസ് ആണ് ഏറ്റവും അസിസ്റ്റ്. ഇപ്പൊ രണ്ടാമതാണ്, മൂന്നാമത് കളിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടാണ് ഇംഗ്ലണ്ട് എത്തിയേക്കുന്നത്. സോ അതിനെ സിമ്പിളായിട്ട് നെതർലാൻഡിന്റെ കൂട്ടാന്നാണ് എന്റെ അഭിപ്രായം. സോ സ്കോർ 1-0 തന്നെ. ഒരെണ്ണടിയും പിന്നെ അറിയാല ബാക്ക് ഇറങ്ങി നിന്ന് പിടിച്ച് ജയിക്കും, നെതർലാൻഡ് ജയിക്കും. നിന്റെ ഇതിൽ കളി നിയന്ത്രിക്കാൻ പോണ ഒരു ക്രൂഷ്യൽ പ്ലെയർ ആരായിരിക്കും? ഞാൻ ഡിഫൻസ് പറയുള്ളൂ. ഡിഫൻസ് വേണ്ടേക്കും. ഞാൻ വേണ്ടയില്ല തന്നെ പറയും. കാരണം
ഒരു ഗോൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഡിഫെൻസീവ് ആയിരിക്കുമോ എന്നാണ് എൻ്റെ ഒരു അതാ നെതർലൻഡിന്റെ കളി എന്ന് പറഞ്ഞാൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുൾ കളി ബാക്കിലിരിക്കും. ഞാനിന്നുണ്ടല്ല ഹാരികേനെ പറയും. ഹാരിക്കെയിൻ ഇതുവരെ ഒരു വലിയ പക്ഷേ ഞാൻ പറയണ ഹാരികേനെ നോക്കിക്കോ. ഹാരികേൻ ബെല്ലിംഗ്ഹാമിനെ ഞാൻ പറയണില്ല. ഹാരികേൻ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബെഞ്ചിന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും കാണിച്ചു വേറെ ആരുമില്ല. ഹാരികേൻ ബെല്ലിംഗ്ഹാമിനെ ഞാൻ പറയുള്ളൂ. ബെല്ലിംഗ്ഹാമിന് എനിക്ക് എന്തൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ഹാരിക്കൻ എന്തെങ്കിലും മിറക്കള സംഭവിക്കും, എന്തെങ്കിലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ബെല്ലിംഗ്ഹാമിന് പിന്നെ 90+ ആണ് എന്തെങ്കിലും കാണിക്കുന്നത്. പിന്നെ അപ്പൊ നമുക്ക് അടുത്ത സെമിയിലോട്ട് പോവാം. ആ സെമി ജയിക്കണവരായിരിക്കും ചിലപ്പോ കപ്പടിക്കണം. അതെ, അതാണ് നമ്മൾ അന്ന് പറഞ്ഞത്. ആ ടീമിൽ ആര് കപ്പടിക്കണ കപ്പടിക്കും. എന്താണ് നിന്റെ അഭിപ്രായം? സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് ആരായിരിക്കും? സ്പെയിൻ ജയിക്കുള്ളൂ. ഫ്രാൻസ് ഒരുമാതിരി എല്ലാരും ഉണ്ട്, ഒരു കളിയും കളിക്കണില്ല. സ്പെയിനാണെങ്കിൽ എല്ലാരും ഇടുന്ന പറയാല്ല, അത്യാവശ്യം ഫ്രാൻസിന്റെ അത്ര ഓൺ പേപ്പർ ഫ്രാൻസിന്റെ അത്ര നല്ല ടീം അല്ലെങ്കിലും നല്ല കളി കളിക്കുന്നുണ്ട്. അറ്റാക്ക് നൈസാണ്, മിഡ്ഫീൽഡ് അടിപൊളിയാണ്. നിക്കോ വില്യംസ് അത് ഒരു നല്ല പോയിന്റ് ആയിട്ട് ഞാൻ പറയുള്ളൂ. കാരണം നിക്കോ വില്യംസിന്റെ വിങ്ങില് ജൂൾസ് കോണ്ടയാണ്. കഴിഞ്ഞ പോർച്ചുഗൽ ഫ്രാൻസ് കളി നമ്മൾ കണ്ടത് റാഫേലിയോ പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ എത്ര പൊട്ടിച്ചെന്ന് ഒരു കണക്കുണ്ടാവില്ല. ജൂൾസ് കോണ്ട് വെറുതെ ഇപ്പൊ നിക്കോ വില്യംസിന് അതുപോലെ സുഖമായിട്ട് പൊട്ടിക്കാൻ പറ്റും. പക്ഷെ യമാലിന്റെ വിങ് തിയോ ഫെർണാണ്ടസ് ആണ്, നടക്കൂല. ഉറപ്പിച്ച് ഞാൻ പറയാം. രണ്ടുപേരും അറ്റാക്ക് മീൻസ് RB കയറി കളിക്കണ ഫ്രാൻസിന്റെ. നീ പറ ആരെയും ഫ്രാൻസ് ജയിക്കും. റീസൺ ഫ്രാൻസ് ഇംഗ്ലണ്ട്, ഏറ്റവും ബോറിംഗ് ഫൈനൽ ഫൈനലായിരിക്കും ഫ്രാൻസ് ജയിക്കും പറയാൻ കാരണം ഇത്രയും നാളെ സ്പെയിൻ കളിച്ച പോലെ ഒരു ഡിഫൻസീവ് ടീമായിട്ടല്ല കളിക്കാൻ പോണം. സംഭവം ഇറ്റലിയായിട്ട് കളിച്ചു, പോർച്ചുഗലായിട്ട് കളിച്ചു. പക്ഷെ ഈ പറഞ്ഞതുപോലെ സ്പെയിൻ ഈ പറഞ്ഞതുപോലെ ജർമ്മനിയുടെ ഡിഫൻസ് വീക്കാടാ. ജർമ്മനിയുടെ ഡിഫൻസ് വീക്കാ. പക്ഷേ എന്നാ പോലും ഞാൻ പറയണ ഫ്രാൻസിന് വില്യംസ് ലീവ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വാൻഡേക്കും ബാക്കിയുള്ളവരൊന്നുമല്ല. ലോകത്തിലെ ബെസ്റ്റ് ഡിഫൻഡർ ആരാന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവുള്ളൂ, വില്യംസ് സലീബയാണ് ഇപ്പോഴത്തെ ബെസ്റ്റ് ഡിഫൻഡർ. പിന്നെ വേറൊരു ഇപ്പൊ നമ്മ എപ്പോഴും റോഡ്രിയുടെ കേസ് പറയാറില്ലേ, റോഡ്രി ഇറങ്ങണ കളി തോക്കാറില്ല. എങ്കിൽ ഫ്രാൻസിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കളി തോറ്റിട്ടില്ല. കാൻഡി ഇറങ്ങിയിരിക്കുന്ന ഒരു കളി. അപ്പൊ നാളത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് വേറെതാണ്, കാൻഡി വേഴ്സസ് റോഡ്രി. അല്ല അപ്പൊ ഫൈനലാ വേൾഡ് കപ്പ് ഫൈനലിൽ കാൻഡി ഉണ്ടായിരുന്നു. ഇത് രണ്ടായില്ല. അന്ന് 2018 വേൾഡ് കപ്പ് അടിച്ചതിന് ശേഷം കാൻഡി ഇപ്പോഴാ ടീമിലോട്ട് തിരിച്ചു തന്നെ. 22 നോക്കാം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ പറഞ്ഞതുപോലെ കാർവഹാലിന്റെ വിങ്ങിൽ എംബാപ്പെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെമി പ്ലെയർ ടു വാച്ച് കിലിയൻ എംബാപ്പെ ആയിരിക്കും. സ്പെയിന്റെ ഡിഫൻസ് പോരാ, ലപ്പോർട്ടയും ഈ പറഞ്ഞതുപോലെ സൂയിമെന്റിയും. അതുകൊണ്ട് തന്നെ ഡെംബെലയും എംബാപ്പയും നമ്മ പറയുന്നുണ്ട് യമാല് നിക്കോ വില്യംസ് എന്ന്. പക്ഷേ ഇന്നത്തെ കളി സ്പെയിന്റെ ഡിഫൻസ് പോരാ, എംബാപ്പെ അല്ലെങ്കിൽ ഡെംബെലെ ബ്രേക്ക് ചെയ്തിരിക്കും. ഫ്രാൻസ് ആ ഒരു ഗോൾ സ്കോറിംഗ് ഇല്ല എന്നുള്ള ഒരു മോശം മാറ്റിയിരിക്കും. പോർച്ചുഗലിനെ ഫ്രാൻസ് അല്ല ഫാക്ട്സ് ആയിട്ട് ഞാൻ പറയുകയാണ്. കാരണം പോർച്ചുഗലിന്റെ ഡിഫൻസ് സ്പെയിന്റെ ഡിഫൻസിനെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ്. ഞാൻ ഒബ്വിയസ്ലി എമാലുള്ള സ്പെയിൻ ജയിക്കുന്നതിനെ പറയുന്നത്. പക്ഷെ ഇന്ന് ഫ്രാൻസ് ഗോൾ അടിക്കും. ഇത്രയും നാൾ കളിക്കാത്ത കാരണം ഇന്ന് നല്ല നല്ല മാച്ച് ആയിരിക്കും. ഒരു 3-2 ആണ് ഞാൻ പറയുന്നത്. സ്പെയിൻ 3-2 സ്പെയിൻ 3 ഫ്രാൻസ് 2. ഞാൻ അങ്ങനെ 3-2 എന്നൊന്നും പറയാനുള്ള. എന്നാ പോലും 2-0 അല്ലെങ്കിൽ 1-0 സ്പെയിൻ ഗോൾ അടിക്കൂലെന്ന്. സ്പെയിൻ അടിക്കൂല ഞാൻ പറഞ്ഞ 3. ഫ്രാൻസിന്റെ ഗോൾ ബാക്ക് പൊട്ടൂല എന്ന് ഞാൻ എപ്പോഴും പറയണം. നോക്കാം നമുക്ക്. ഞാൻ പറയണെങ്കിൽ 2-1 സ്പെയിൻ. അപ്പോ മറ്റേ സെമിയില് നിങ്ങൾ വേറെ പറഞ്ഞ ഞാൻ വേറെ പറഞ്ഞ കാണാം. നമുക്ക് വേറൊരു സെമി നടക്കുന്നുണ്ട്. കോപ്പ അമേരിക്ക. അർജന്റീനയും ശക്തരായ കാനഡയുമാണ് സെമി ഫൈനലിസ്റ്റ്. ശക്തരായ കാനഡ. അതിനു മുമ്പ് മെസ്സി പെനാൽറ്റി മിസ് ചെയ്ത്, അതൊന്നും നീ പറയാത്ത.
അതിപ്പോ ക്രിസ്ത്യാനോ മിസ് ചെയ്ത് ഫെലിക്സ് മിസ് ചെയ്ത് അതൊക്കെ സർവ്വസാധാരണ അല്ലേ. അത് പുറത്തു പോയാറാട്ടാ, ക്വാർട്ടറിൽ പുറത്തു പോയാറാ, അടിച്ചിട്ട് പുറത്തുപോയി. ഇല്ലാതെ ഇപ്പൊ നമുക്കിട്ടുള്ള കിട്ടാനുള്ള കിട്ടിയത്. പക്ഷെ ആ കളിയില് ഫസ്റ്റ് പെനാൽറ്റി മെസ്സി മിസ് ചെയ്ത്. ഫസ്റ്റ് പെനാൽറ്റി നമുക്കറിയാം ഒബ്വിയസ്ലി ഫസ്റ്റ് പെനാൽറ്റി മിസ് ആയി കഴിഞ്ഞാൽ കോൺഫിഡൻസ് തീർന്നു. പോരാത്തിന് അടിക്കുന്നതിന് മുമ്പ് മാർട്ടിനസ് വന്ന ഉറപ്പാ ഷൂട്ട് ഔട്ടാണ് കളി ജയിക്കും. ഫസ്റ്റ് പെനാൽറ്റിനെ മെസ്സി മിസ് ചെയ്തപ്പോ അള്ളാ ചങ്കിടി ഓടി. കാരണം മെസ്സി മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ പകുതി ചത്ത്. പക്ഷെ ഫസ്റ്റ് സേവ് എടുത്ത് പുള്ളി ഒരു തുള്ളിച്ചാട്ടം കഴിഞ്ഞിട്ട് ഒരു സാധനം കാണിച്ചു മെസ്സിനെ. ഈ സേവ് നിനക്കൊള്ളാന്നുള്ള സാധനം കാണിച്ചു. നിക്കോ ഗോൺസാലസും റൊമേറോ ഇങ്ങനെ കാണിച്ചു കൊടുത്തത്. മോനെ അപ്പൊ കിട്ടിയ ഫീല് സീനറ മെസ്സി ഇങ്ങനെ കാണിയ സീനുണ്ട്, സെറ്റ് സാധനം. പിന്നെ മെസ്സി പെനാൽറ്റി മിസ്സാക്കിയിട്ടും ബാക്കിയുള്ളവന്മാരെ പെനാൽറ്റി പെനാൽറ്റി ആയിരുന്നു. മിക്കാലിസ്റ്ററിന്റെ പെനാൽറ്റി, ഒറ്റമിന്റെ പെനാൽറ്റി തൊടാൻ പറ്റില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഏത് ഗോളിയും തൊടാൻ പറ്റില്ലായിരുന്നു. കാരണം അത്രയും എഡ്ജ്, അത്രയും സ്പീഡില് സെറ്റ് പെനാൽറ്റി ആയിരുന്നു. ഞാൻ പറഞ്ഞു മെസ്സി ഒന്ന് പതറിയപ്പോ ബാക്കി ടീം താങ്ങാണ്ടായി. ആ താങ്ങ് ഇവിടെ കിട്ടാത്ത കാരനാണ് അവിടെ പോയത്. സോ ഇപ്പത്തെ ടീമില് സെറ്റ് പ്രശ്നമില്ല, സെമി തോറ്റോട്ടെ ഫൈനൽ തോറ്റോട്ടെ, അതല്ല ഇവിടെ നോ പ്രശ്നം. അർജന്റീന കാനഡയുടെ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ കാനഡക്ക് ഓൾറെഡി അറിയാം കളിച്ചാണ് അർജന്റീന എങ്ങനെ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാനഡ അനുസരിച്ച് ടീം ഇറക്കുള്ളൂ. പക്ഷെ അപ്പോഴും എക്സ്ട്രാ ടൈം ഇല്ല, പെനാൽറ്റിയാണ്, ഡെയിലി തന്നെയാണ്. ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സോ ഫൈനലിൽ അർജന്റീന കയറും. നമ്മള് മൂന്നുപേരും അർജന്റീനയെ പറയുള്ളൂ. അപ്പുറത്തെ കളി പക്ഷെ രസമാണ്. അപ്പുറത്തെ കളിയിൽ പോലല്ലേ മെസ്സി ഒന്നും തിളങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞ. ഒരു തിളക്കത്തിന്റെ കുറവുണ്ട്, ഗോൾ അടിച്ചിട്ടില്ല. കാനഡയായിട്ട് ഒരു ഗോളെങ്കിലും മിനിമം വേണം, ഒരു അസിസ്റ്റ് മതി. മെസ്സി ഒന്ന് തിളങ്ങാണ്ട്. അപ്പൊ അതോടുകൂടി അർജന്റീന കയറി. നീ ആ കാര്യം പറഞ്ഞപ്പോളെ ഈ അടുത്ത് അഗ്വേറോട്ടെ ചോദിച്ച് ഇന്റർ മിയാമി പ്രീമിയർ ലീഗിൽ കളിച്ച എത്രാമത് പോയിന്റ് എത്ര അവസ്ഥ അഗ്വേറോ ചുമ്മാ ഊക്കി പറഞ്ഞത്. അടുത്തത് അത്യാവശ്യം നല്ല ടൈറ്റ് ഫൈനൽ. അത് കോപ്പയില് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല അറ്റാക്കിംഗ് ഉള്ള ഉറുഗ്വയും പിന്നെ 26 ഉറുഗ്വ ഈ പറഞ്ഞതുപോലെ നല്ല ഫോമിലാണ് നിൽക്കുന്നത്. നല്ല ഫോമിലും പിന്നെ കൊളംബിയയിൽ ഏറ്റവും അസിസ്റ്റ് ആയിട്ട് ഖത്തറി കളിച്ചാലും സൗദി കളിച്ചാലും ഒന്നും കാര്യമില്ല. എനിക്ക് തെളിയിക്കേണ്ട സമയത്ത് തെളിയിക്കാൻ പറ്റുന്ന ഹാമസ് റോഡ്രിഗസ് കാണിക്കണം. കോപ്പയിലെ ഏറ്റവും റെക്കോർഡ് അസിസ്റ്റ് 5 എണ്ണമാണ്. അതിൽ ഒന്ന് മെസ്സിക്കുണ്ട്, ഇപ്പൊ ഒന്ന് ഹാമസിനും. ഇനി ഒരെണ്ണം നേടിയ പുതിയ റെക്കോർഡ് ആവും. ഒറ്റ കോപ്പയിലെ ഏറ്റവും അസിസ്റ്റ് ഇട്ട പ്ലെയർ ആവും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അതിപ്പോ ഞാനും അതിന് പറയും. എനിക്ക് മുറുകൈ പറഞ്ഞാല് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്താ പറയാനെന്നറിയോ, അതപ്പൊ ഞാനും പറയാൻ വന്നു. കപ്പ് ഇവര് ജയിച്ചാലും ഉറുഗ്വ വന്ന് വെച്ച് പാടുപെടും അർജന്റീന നല്ല രീതിയില്. കൊളംബിയ കുറച്ചും കൂടി ഉറുഗ്വ ഒന്നവൾക്ക് കൊണ്ടുവന്നറിയോ. ഉറുഗ്വയുടെ കോച്ച് മാർക്കോ ബിയസ് അർജന്റീനൻ പ്ലെയർ ആണ്. അർജന്റീൻസ് എങ്ങനെ കളിക്കണം അല്ല അത് മാത്രല്ല എടാ 4 പേരും അർജന്റീന കോച്ചാ. 4 പേരും ഈ സെമി കളിക്കാൻ 4 ടീമിന്റെയും കോച്ച് അർജന്റീനിയൻ കോച്ചാ. അപ്പൊ ആര് ജയിച്ചാലും ശരിക്കും അപ്പൊ അർജന്റീനക്കുള്ള ഫൈനല് ഉറുഗ്വ വരട്ടെ, അർജന്റീന. കൊളംബിയ ഒന്നും അറിയില്ല, ബട്ട് ഇത്രയും ടോപ്പ് കളിയാണെങ്കിൽ അർജന്റീന ഉറുഗ്വയും തന്നെ ഫൈനല്. So let's wait and watch. അതെ, നീ കളി കാണണ്ട അർജന്റീന കാനഡ? പിന്നെ കളി കണ്ട നാളെ രാവിലെ 5:00. ഇത് കണ്ടിട്ടുണ്ടോ? ഏത് യൂറോ? അത് കാണണം. ഇന്ത്യൻ ശരാശരി ഫുട്ബോൾ പ്രേമികളുടെ അവസ്ഥ കണ്ണ് കറുത്ത് കുഴിഞ്ഞിരിക്കുകയാണ്. UEFA, Euro, we are requesting you, please adjust your timeline to your Indian timeline. ഉറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്തത് ഫൈനൽ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ. I believe in Ronaldo. മെസ്സി.